ഇളവരശേ ഇനി അല്പസമയം കൂടി ഇപ്പോഴെത്തും. പൂങ്കുഴലി ഏതോ തോണി വരുന്നു. സേന്ത, നീ എങ്ങനെ ഇവിടെ വന്നു? വിളക്കുമാടത്തിനരികെ വെച്ച് തന്നെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതാ. പൂങ്കുഴലിയുടെ തോണി അതിലൂടെ വരുന്നുണ്ടായിരുന്നു. ഈ എന്ന് വെച്ചാ ഇളവരസൻ, പൊന്നിയിൻ സെൽവൻ, ആ തോണി ഇങ്ങോട്ട് അടുപ്പിക്കേ. ഇങ്ങോട്ട് ഇങ്ങോട്ട്. പൂങ്കുഴലി, തോണിയിൽ ആരും ഇല്ലല്ലോ. നമ്പി നീയോ? നീയോ? ഈ ഇളവരസൻ എവിടെ? പൂങ്കുഴലി, ഇളവരസൻ എവിടെ? കൊന്നു കളഞ്ഞോടാ മഹാഭാവി. പറയുന്ന കേക്ക്. സമാധാനപ്പെട്. ഇളവരസൻ ഇവിടെ തന്നെ ഉണ്ട്. ശരീരത്തിന് നല്ല സുഖമല്ല. ഉടനെ വൈദ്യനെ കാണണം. ഉയരുണ്ട്, ഉയരോടെ ഉണ്ട്. പൊന്നിയിൻ സെൽവൻ ഉയരോടെ തന്നെയുണ്ട്. ചോഴവംശം ഒരിക്കലും നശിക്കില്ല. ഇവിടെ എങ്ങനെ എത്തി? പാർത്ഥിവന്റെ കൂടെ വന്നു, നുഴഞ്ഞു കയറി. ഇയാളെ കണ്ടു, പിന്നാലെ വന്നു. ഈ വിവരം ശിവനസിനെ അറിയിക്കണം. നീ ഒന്നും മിണ്ടാതിരിക്കും. അതിനു മുൻപ് ഇളവരസനെ വൈദ്യനെടുത്ത് കൊണ്ടുപോകണം. ഇത് വിഷബാധയാണ്. ഇദ്ദേഹം ഇവിടെ ഉള്ളത് പുറത്തറിയാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നാഗചൂടാമണി വിഹാരത്തിലേക്ക് കൊണ്ടുപോകാം. ബുദ്ധഭിക്ഷുക്കൾ ഇദ്ദേഹത്തെ സുഖപ്പെടുത്തിക്കൊള്ളും. കരയിൽ കാവൽക്കാർ നിൽക്കുന്നുണ്ടാവും. നമ്പി, ഈ തോണിയിലേക്ക് വാ. വേഗം. അവരെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ നാഗപട്ടണത്തിലേക്ക് പോയിക്കോ. ആരാവിടെ? അല്ല, രവിദാസാ, നീയോ? വീട്ടിലെല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? നാട്ടില് മഴയൊക്കെ ഉണ്ടോ? നീ അങ്ങനെ ഇവിടെ വന്നു? ഞാനോ? കടലിൽ വീണില്ലേ, നീന്തി 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 ഇവിടെ എത്തി. ഓ, നല്ല വിശപ്പായിരുന്നു. ഒരു മൂങ്ങാ മുട്ടയോ കാക്കാ മുട്ടയോ കിട്ടുന്നറിയാൻ മരത്തിൽ കയറിയതാ. കൊമ്പൊടിഞ്ഞു പോയി. അതെ മന്ത്രവാദി, ഒരു പ്രാവിന്റെ മുട്ടയെങ്കിലും കിട്ടുമോ? അരുൺമൊഴി എവിടെ? ഞാൻ തന്നെ അരുൺമൊഴി. നോക്ക്, മുദ്രാണ്ടില്ലേ? അയ്യടാ, അത് കടലിൽ പോയോ? ശരി, നീ ആരാ? മന്ത്രവാദിയല്ലേ? അല്ലടാ, നിന്റെ കാലൻ കൊണ്ടുപോകാൻ വന്നതാ. അരുൺമൊഴിയെ ഞങ്ങൾക്ക് കാട്ടിത്തരാതെ ഞങ്ങളെ കടന്നു പോകാൻ നിനക്ക് സാധ്യമല്ല. ദേവരാളാ, വേണ്ട. വെള്ളം എനിക്ക് രാശിയല്ല. എന്താണെങ്കിലും കരയിൽ പോയി സംസാരിക്കാം. വഴിമാറ്. എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം. ഞാൻ പറയുന്ന കേക്ക്. വഴിമാറ്. ഇങ്ങനെ വേഗം തുഴയാതെ. എന്റെ തോണി നിനക്ക് കണ്ണി പിടിക്കുന്നില്ലേ? ഇല്ല, പിടിക്കുന്നില്ല. വേഗം വരല്ലേ എന്റെ തോണി. വഴിമാറാൻ. എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാം.